നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വെങ്ങോല ജംഗ്ഷൻ മുതൽ വാരിക്കാട് വരെയാണ് റോഡ് പുനർനിർമ്മിക്കുന്നത്. മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ റോഡിന്റെ നവീകരണ പ്രവൃത്തി വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. BMNBC നിലവാരത്തിലേക്കാണ് ഈ റോഡ് ഉയരുവാൻ വേണ്ടി പോകുന്നത്. ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് ഈ റോഡ് നവീകരണം ഏറെ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തെ പശ്ചാത്തല വികസനത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് റോഡുകളുടെ നവീകരണം. നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള റോഡുകളടക്കം മികച്ച നിലവാരത്തിൽ നവീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള പകുതി റോഡുകൾ BMNBC നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നതായിരുന്നു 2021 മെയ് 20 ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ തന്നെ 60% റോഡുകൾ ആ നിലയിൽ നവീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന സന്തോഷം ഇവർ അറിയിക്കുന്നു. BMNBC ആണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ മേഖലയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതി. ചെലവ് കൂടുതലാണ്. 1 കിലോമീറ്റർ BMNBC റോഡിന് സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ 50 ലക്ഷം രൂപ അധികം ചിലവാണ്. എന്നാൽ അതിന്ന് 60% പൊതുമരാമത്ത് വകുപ്പ് റോഡുകളും BMNBC റോഡുകളാക്കി മാറ്റാൻ സാധിച്ചു. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലും ആ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് അത് വാരിക്കാട് മുതൽ വെങ്ങോല ജംഗ്ഷൻ വരെയുള്ള അത്രയും ഭാഗം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് കിടക്കുന്നത്. അത് സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുകയും സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിയിലൂടെ നമുക്ക് 3,30 ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് എഗ്രിമെൻ്റ് വെച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. പെരുമ്പാവൂരിലെ ആളുകൾ, തൊട്ട് സമീപത്തുള്ള നിയോജക മണ്ഡലത്തിലെ ആളുകളും, അത് മൂവാറ്റുപുഴ, കോതമംഗലം, ആലുവ, കുന്നത്നാട് പ്രദേശത്തുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു ബൈപ്പാസ് റോഡാണ് മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ്. ആ റോഡിൻ്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ മുൻപ് പരിഹരിച്ചെങ്കിലും ഈ വരുന്ന 2 കിലോമീറ്റർ വാരിക്കാട് മുതൽ വെങ്ങോല വരെയുള്ള റോഡ് വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. 3,30 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്നു. അത് ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായി തീരും. ഈ ഫണ്ട് അനുവദിച്ചെന്ന് സർക്കാരിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെയാണ് ഈ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. നന്ദി. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ, വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീദ ഷെരീഫ്, പഞ്ചായത്ത് മെമ്പർമാരായ ജോബി ഏലിയാസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വെങ്ങോല ജംഗ്ഷൻ മുതൽ വാരിക്കോട് വരെയാണ് റോഡ് പുനർനിർമ്മിക്കുന്നത്. 3,30 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചത്. BMBC നിലവാരത്തിൽ റോഡ് ടാറിംഗ് പൂർത്തീകരിക്കും. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കിഫ്ബി സംഘം പദ്ധതി സ്ഥലം സന്ദർശിച്ചു. മുൻപ് 2 കോടി രൂപ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. റോഡ് ടാറിംഗ് ചെയ്യുന്നതിന് മാത്രമാണ് അന്ന് തുക അനുവദിച്ചത്. എന്നാൽ ഭാരമേറിയ വാഹനങ്ങൾ കൂടുതലായി സഞ്ചരിക്കുന്ന റോഡായതിനാൽ റോഡ് നിർമ്മാണത്തിന്റെ ഘടന മാറ്റുവാൻ എൽദോസ് കുന്നപ്പള്ളി MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു. റോഡിന്റെ നിലവിലെ പ്രതലം നീക്കം ചെയ്ത ശേഷം 3 ലെയറുകളിലായി സബ് ഗ്രേഡ്, ഗ്രാനുലാർ, വെറ്റ് മിക്സ് എന്നിവ വിരിച്ച് റോഡ് ദൃഢപ്പെടുത്തും. ശേഷമാണ് റോഡ് ടാറിംഗ് പൂർത്തീകരിക്കുന്നത്. കിഫ്ബി പ്രൊജക്ട് എഞ്ചിനീയർ അരുൺ തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു കിഫ്ബി സംഘം റോഡ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, വെങ്ങോല.